ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി പി എസ് സിയിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അനേകം ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ LGSൻ്റെ കട്ട് ഓഫ്, കഴിഞ്ഞ ദിവസം നടന്ന LGS എക്സാമിൻ്റെ കട്ട് ഓഫുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സുപ്രീം കോടതിയിൽ 107 പേഴ്സണൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കോർട്ട് മാസ്റ്റർ, യോഗ്യത ബിരുദം, ഷോർട്ട് ഹാൻഡ്, ടൈപ്പിംഗ്. എറണാകുളത്തും പരീക്ഷാ കേന്ദ്രമുണ്ട്. സുപ്രീം കോടതിയിലെ വിവിധ തസ്തികകളിലേക്കായി 107 ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പേഴ്സണൽ അസിസ്റ്റൻറ്റ്, സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, കോർട്ട് മാസ്റ്റർ എന്നീ തസ്തികകളിലേക്കാണ് അവസരം. തസ്തിക പേഴ്സണൽ അസിസ്റ്റൻറ്റിന് 43 ഒഴിവുണ്ട്. 44,900 രൂപയാണ് അടിസ്ഥാന ശമ്പളം. യോഗ്യത ബിരുദം, മിനിറ്റിൽ 100 ഇംഗ്ലീഷ് വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ്, മിനിറ്റിൽ 40 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും വേണം. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായം. അതുപോലെ തന്നെ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ 33 ഒഴിവുണ്ട്. അടിസ്ഥാന ശമ്പളം 47,600 അതിനും ഷോർട്ട് ഹാൻഡ് വേണം. ബിരുദം, മിനിറ്റിൽ 100 ഇംഗ്ലീഷ് വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ്, മിനിറ്റിൽ 40 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കോർട്ട് മാസ്റ്ററിന് 31 ഒഴിവുണ്ട്. 67,700 രൂപയാണ് ശമ്പളം. നിയമബിരുദം വേണം. മിനിറ്റിൽ 120 ഇംഗ്ലീഷ് വാക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ്, മിനിറ്റിൽ 40 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ്. പൊതുമേഖല, ഗവൺമെൻറ്, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സെക്രട്ടറി, സീനിയർ PA, സീനിയർ സ്റ്റെനോഗ്രാഫറായി 5 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. 30 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ആശ്രിതർക്കും ഗവൺമെൻറ് ചട്ടങ്ങൾ അനുസരിച്ചുള്ള ഇളവുകളും അനുവദിക്കും. തിരഞ്ഞെടുപ്പ് ഷോർട്ട് ഹാൻഡിലും ടൈപ്പിങ്ങിലുമുള്ള പ്രായോഗിക പരീക്ഷ, എഴുത്ത് പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ടൈപ്പിംഗ് പരീക്ഷയ്ക്ക് 10 മിനിറ്റും ഷോർട്ട് ഹാൻഡ് പരീക്ഷയ്ക്ക് 7 മിനിറ്റും എഴുത്ത് പരീക്ഷയ്ക്ക് 1.25 മണിക്കൂറുമായിരിക്കും സമയം. ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും എഴുത്ത് പരീക്ഷ. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ് എന്നിവ ആസ്പദമാക്കിയായിരിക്കും 100 മാർക്കിനുള്ള എഴുത്ത് പരീക്ഷയിലെ ചോദ്യങ്ങൾ. ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് പരീക്ഷയെ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റിലെ വിജ്ഞാപനം കാണുക. പരീക്ഷകൾക്ക് എറണാകുളത്തും കേന്ദ്രമുണ്ടാകും. ഫീസ് 1000 രൂപ. SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സ്വാതന്ത്ര്യ സേനാനികളുടെ ആശ്രിതർക്കും 250 രൂപ. പുറമെ ബാങ്ക് ചാർജും ഉണ്ടാകും. ഓൺലൈനായാണ് ഫീസ് അടവിക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷിക്കണം. ഡിസംബർ 25 ലാസ്റ്റ് ഡേറ്റ്. സൈറ്റ് www.sci.gov.in. ഇതിൻ്റെ PDF കണ്ടിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ കേരള ഹൈക്കോടതിയിലും കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഉണ്ട്. 14/2024, 15/2024 റിക്രൂട്ട്മെൻറ്റ് നമ്പറുകളാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള NCA ഒരു ഒഴിവ് വിജ്ഞാപനവും 15/2024 റെഗുലർ നിയമനവും 11 ഒഴിവാണ്. ശമ്പളം 27,900 to 63,700. യോഗ്യത +2 തത്തുല്യം. ടൈപ്പ് റൈറ്റിംഗിൽ ഇംഗ്ലീഷിൽ KG TE ഹയർ. കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് തത്തുല്യ സർട്ടിഫിക്കറ്റ് അഭികാമ്യമാണ്. 88-നും 2006-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. സംവരണ വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. SC ST തൊഴിലരഹിതർ, ഭിന്നശേഷി വിഭാഗക്കാർ എന്നിവർക്ക് അപേക്ഷാ ഫീസില്ല. OMR പരീക്ഷയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം 50 മാർക്ക്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് 30 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക് എന്നിവയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും. 75 മിനിറ്റാണ് പരീക്ഷാ സമയം. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും. ടൈപ്പിംഗ് വേഗവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും പരിശോധിക്കും. എറണാകുളത്തായിരിക്കും എഴുത്ത് പരീക്ഷയും ടൈപ്പിംഗ് ടെസ്റ്റ് നടക്കുക. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് 2025 ജനുവരി 26-നാണ്. വെബ്സൈറ്റിൻ്റെ വിവരങ്ങൾക്ക് HCK റിക്രൂട്ട്മെൻറ്റ് കേരള coach.in സന്ദർശിക്കുക. ഇതിൻ്റെ PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് വിവിധം ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്. അവസാന ഘട്ടം കടുപ്പം കുറഞ്ഞ ചോദ്യങ്ങളായിരുന്നു. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായുള്ള അവസാനഘട്ട പരീക്ഷ ഡിസംബർ 7 നടന്നത്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായിരുന്നു പരീക്ഷ. താരതമ്യേന എളുപ്പമുള്ളതും പരിചിതമായ ചോദ്യങ്ങളാണ് കൂടുതലായി വന്നത്. പൊതുവിജ്ഞാന ഭാഗത്തെ ചോദ്യങ്ങൾ വലിയ പങ്കും പാഠപുസ്തകങ്ങളിൽ നിന്നായിരുന്നു. മുൻപ് നടന്ന ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിലെ ചില ചോദ്യങ്ങൾ ഈ പരീക്ഷയിൽ ആവർത്തിച്ചു. ചോദ്യങ്ങളുടെ നിലവാരം വിലയിരുത്തുമ്പോൾ 65 മുതൽ 75 വരെയുള്ള കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 70-ലേറെ മാർക്ക് നേടുന്നവരുടെ എണ്ണം കൂടാനാണ് സാധ്യത. പ്രാഥമിക ഉത്തരസൂചിയിൽ പിശകുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ പരീക്ഷയുടെ PSC പ്രസിദ്ധീകരിച്ച പ്രാഥമിക ഉത്തരസൂചിയിൽ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം സൂചികയില്ല നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ തെറ്റ് ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
എന്ന ചോദ്യത്തിന് 2 ശരിയുത്തരങ്ങൾ ചോദ്യപേപ്പറിലുണ്ട്. ഭാരത സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ വിവരണ പ്രകാരം ഇന്ത്യയിലെ വടക്ക് ഭാഗത്തുള്ള അയൽരാജ്യമാണ് ഭൂട്ടാൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ ചോദ്യത്തിലെ ബി, ഡി എന്നീ സൂചികകൾ ശരിയാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏത്? എന്നീ ചോദ്യങ്ങൾ മുൻ പരീക്ഷകളിൽ വന്നത് ഈ പരീക്ഷയിലും ആവർത്തിച്ചു. വേറിട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായി സമീപിക്കേണ്ട കോടതി ഏത്? പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ദിശ അറിയാൻ ഉപയോഗിച്ചിരിക്കുന്ന നക്ഷത്രഗണം ഏത്? ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.